കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ ആ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ടേൺസ് ഓഫ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ എന്ന പേജ് നമ്പർ 59 അകത്തുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമ്പർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1000, 2000, 3000, 4000 എക്സെട്ര 10,000 വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു പോയിന്റ് 2180, then 2754 രണ്ട് പോയിന്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഹിയർ ആർ ദ നമ്പേഴ്സ് 2180. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ നമ്പേഴ്സ് എന്ത് ചെയ്യണം? നമ്മള് ഈ ഏത് നമ്പർ ലൈനകത്ത് നമ്മൾ ഈ നമ്പേഴ്സ് എവിടെ വരും എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ 1000നും 2000നും ഇടയിൽ മിഡിലായിട്ടൊരു കുഞ്ഞു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? എത്രയായിരിക്കും? 1000ന്റെയും 2000ന്റെയും മിഡിൽ വരുന്ന നമ്പറാണ് 1500. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് 2000നും 3000നും മിഡിൽ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് എത്രയായിരിക്കും? 2500. ഓക്കെ, ദെൻ ഇതിന് മിഡിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 3500. അങ്ങനെ എല്ലാ നമ്പേഴ്സിന്റെയും മിഡിലില് ചെറിയൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ എല്ലാം 500ന്റെ പൊസിഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഓരോ നമ്പേഴ്സും എവിടെ വരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഫസ്റ്റ് വൺ 2180. ഈ നമ്പർ എവിടെ വരും? 2180 ആണ്. അതായത് 2000 കഴിഞ്ഞിട്ടായിരിക്കും 2180 വരുന്നത്. അതാണ് ഇവിടെ 2100 കഴിഞ്ഞ് 2500ന് മുന്നേ ആണല്ലോ 2180. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത നമ്പർ ഏതാ? 2754. അതും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2700 ആണ്. അപ്പോൾ എന്തായാലും അത് 2000 നമ്മളിവിടെ മാർക്ക് ചെയ്ത 2500 കഴിഞ്ഞിട്ടാണല്ലോ 700 വരുന്നത്. അതാണ് 2500നും 3000നും ഇടയിൽ 2754 മാർക്ക് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്പർ 1500. അതിവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1500 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 3600 ആണ്. അപ്പോൾ ഇവിടെ 3000 ഉണ്ട്, 3500 ഉണ്ട്, ദെൻ 4000 ഉണ്ട്. അപ്പോൾ 3500 കഴിഞ്ഞിട്ടാണല്ലോ എന്തായാലും 600 വരുന്നത്. അപ്പോൾ ഞാൻ 3500 കഴിഞ്ഞ് അടുത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? 3600 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ദെൻ 9950. 9950 എന്ന് പറയുമ്പോൾ ഇവിടെ 9000 ഉണ്ട്, 10,000 ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും മിഡിലില് 9500 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 9500 കഴിഞ്ഞിട്ടാണല്ലോ 9950 വരുന്നത്. അതുപോലെ 1000ന് തൊട്ട് മുമ്പായിരിക്കും. ഇവിടെ 50 ആയതുകൊണ്ട് 1000നോട് ചേർന്നായിരിക്കും അല്ലെ, 10,000നോട് ചേർന്നായിരിക്കും. അപ്പൊ ഞാൻ ഈ പോയിന്റിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ എന്ത് കൊടുത്തു? 9950 കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമ്പർ 9590. അപ്പോൾ 9500 കഴിഞ്ഞിട്ടാണല്ലോ 9590 വരുന്നത്. അപ്പോൾ ഞാൻ അതും 9500നോട് ചേർത്ത് തന്നെ മാർക്ക് ചെയ്തു. അവിടെ എന്ത് കൊടുത്തു? 9590. ദെൻ 1050. 1050 എവിടെ വരും? 1000 ഇവിടെയാണ്. 1000നോട് ചേർന്ന് വരും 1050. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 1050. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 3050. 3000 എവിടെയാണ്? 3000നോട് ചേർന്നായിരിക്കും 3050 വരുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 3050. എക്സാക്ട് പോയിന്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ലൈൻ എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ 5030. 5000നോട് ചേർന്നായിരിക്കുമല്ലോ 5030 വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 5000 അതിനോട് ചേർന്നൊരു പോയിന്റ് 5030 കൊടുത്തു. ദെൻ 5300. അപ്പോൾ ഇവിടെ 5000നും 6000നും ഇടയിൽ 5500 ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് മുന്നേ ആയിരിക്കുമല്ലോ 5500ന്റെയും 5000ന്റെയും ഇടയിലായിരിക്കുമല്ലോ 5300 വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു പോയിന്റ് എടുത്ത് മാർക്ക് ചെയ്തു 5300. ഓക്കെ, ദ ലാസ്റ്റ് വൺ 8400. അപ്പോൾ 8000നും 9000നും ഇടയില് 8500 ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് മുന്നേ ആയിരിക്കുമല്ലോ 8400 വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. 8400 മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്യൂഷന് പോകാൻ പറ്റാത്ത ഒത്തിരി മക്കളുണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.